ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇത് നവംബർ 30 ബാംഗ്ലൂർ മലയാളി ക്ലബ്ബ് ഓർഗനൈസ് ചെയ്തിരുന്ന സൂപ്പർ ലീഗ് ക്രിക്കറ്റ് മാച്ചിന്റെ ഒരു ചെറിയ വിശേഷം പറയാനാണ് കേട്ടോ. അന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ യൂബറിലല്ല പോയത്. ഇപ്പോൾ ചെന്നവരെല്ലാവരും കോർഡിനേറ്റേഴ്സും ഓർഗനൈസേഷൻ പ്ലേയേഴ്സും എല്ലാം രാവിലെ തന്നെ ചെന്നു. അവരെല്ലാം 6 മണിക്ക് അവിടെ എത്തി. ആക്ച്വലി എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതൊന്നും അത്ര ബാധിച്ചില്ല ആ ഗ്രൗണ്ടിന്റെ ഏരിയയിൽ. ചെന്നവരെല്ലാവരും സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ സെൽഫികളും അങ്ങനെ ഫോട്ടോസും ഒക്കെ കാണിക്കാം, ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിക്കാം, എന്താ ചെറുതായിട്ട് നടന്നത് എല്ലാം. ഓൾറെഡി അന്ന് ലൈവ് ക്രിക്കറ്റ് മാച്ച് BMC തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. BMCയുടെ ഇൻസ്റ്റയിലും FB അക്കൗണ്ടിലും ഒക്കെ എല്ലാം നിറയെ വീഡിയോസ് ഉണ്ട്, നല്ല നല്ല വീഡിയോസ് ഉണ്ട്, എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും രാവിലെ തന്നെ ചെന്നു. അവർ പ്ലേയേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും രാവിലെ തന്നെ ചെന്നു. പിന്നെ ഇവിടെ ഹെൽത്ത് കെയറും ഒക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ, ലത്തീഫാണ് കമൻട്രി പറഞ്ഞത്. കേരളത്തിൽ നിന്ന്, കോഴിക്കോട് നിന്നാണ് വന്നത്. ഭയങ്കര സൂപ്പർ അടിപൊളി കമൻട്രി ആയിരുന്നു, ഒന്നും പറയാനില്ല. നാഷണൽ ലെവലായിരുന്നു. എല്ലാം ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം ചിലരെയൊക്കെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തും ചിലരെ ഓണത്തിന് മീറ്റ് ചെയ്തും ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ, ഗ്രൗണ്ടിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ കാണിക്കുന്നുള്ളൂ. അതായത് അവരുടെ ക്വാർട്ടർ ഫൈനലോ സെമി ഫൈനലോ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുണ്ടോ. ഒരുപാട് മെമൻറ്റോ ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ, അന്ന് കൊടുക്കാനായിട്ട്. ഇത് വിന്നേഴ്സിനുള്ളതും റണ്ണറപ്പിനും ഉള്ളതും ആയിരുന്നേ. ഇതാണ് ആചാര്യ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഒരു വലിയ നല്ല സ്പേഷ്യസ് സ്റ്റേഡിയം കേട്ടോ. പിന്നെ അവിടെ എല്ലാം അവൈലബിൾ ആയിരുന്നു. ഫുഡിനും കുറേ സർവീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ. ഫുഡ് എല്ലാവർക്കും ഫ്രീ ആയിരുന്നു. അല്ലാത്ത അംഗങ്ങൾക്കൊക്കെ പേ ചെയ്ത് കഴിക്കാൻ പറ്റുമായിരുന്നു. ടീ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ലഞ്ച്, അതുപോലെ സ്നാക്സ് എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ അവിടെ രണ്ട് സൈഡിലും സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. LED TV ഒക്കെ വെച്ചിട്ടുണ്ടായി. ഇത് ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ടോ, റാസൽ ബാംഗ്ലൂർ സ്റ്റോറീസിൻ്റെ റീലൊക്കെ ചെയ്യുന്ന റാസലാണ്. ഒരുപാട് ഫേമസ് ആണ്. അദ്ദേഹമായിരുന്നു നമ്മളുടെ ഇവൻറ്റിൻ്റെ VIP ആയിട്ട് വന്ന് ലാസ്റ്റ് എല്ലാം ഗിവ് അവേ ചെയ്യാനായിട്ട്, അവാർഡ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. ഇപ്പം കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ തീം, സേ നോ ടു ഡ്രഗ്സ്. അതൊരു വലിയ അവയർനെസ് ആയിരുന്നു BMC കൊണ്ടുവന്നത് ബിഹൈൻഡ് ദ ക്രിക്കറ്റ്. സോ അതിന് ഹാറ്റ്സ് ഓഫ്. സോ BMCക്ക് ഒരുപാട് കൺഗ്രാജുലേഷൻസും ഹാർഡ് വർക്കിന്. ഇതിന് ബിഹൈൻഡിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. പ്ലേയേഴ്സ് ഒരുപാട് സ്പോൺസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തു. താങ്ക് യു സോ മച്ച്.